ശ്രീ റോണി കെ ബേബി, ഇതിപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് കൂടുതൽ ആത്മവിശ്വാസവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും അത് വസ്തുതാപരമാണ്, നിയമപരമാണ്, നിയമം വിട്ട് ഇക്കാര്യങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായ ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിനുള്ളൊരു അവസരമാണ് നിങ്ങൾ വെച്ചു കൊടുത്തത്. അത് സത്യത്തിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായ പരാജയമാണിത്. ഇനി നിങ്ങൾക്ക് പുറത്ത് സമ്മതിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, പറയാനും പറ്റില്ല, അത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആലോചനാ യോഗങ്ങളിലെങ്കിലും നേതാക്കൾക്ക് തമ്മിൽ മുഖാമുഖം നോക്കി പറയേണ്ടി വരില്ലേ, അതൊരു തെറ്റായ നീക്കമായി പോയി, അതൊരു വലിയ ബ്ലണ്ടറായിപ്പോയി, മണ്ടത്തരമായിപ്പോയി, കോടതിയിൽ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു, ആലോചിച്ചും കണ്ടും ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ സർക്കാരിന് നമ്മളായിട്ട് ഒരു വലിയ അപ്രീസിയേഷൻ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും മട്ടിലായി പോയില്ലേ എന്ന് ചോദിക്കാൻ പാർട്ടിക്കകത്തെങ്കിലും നിങ്ങളുടെ നേതാക്കൾക്ക് പരസ്പരം കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നേ അതിൽ പറയാനുള്ളൂ. ഇതിൽ തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നിങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളില്ല. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇപ്പോൾ വയനാട്ടിലെ മോഡൽ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ഗംഭീരമായൊരു ആശയം അതിൻ്റെ പ്രായോഗിക തലത്തിൽ രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 178 വീട് അടുത്ത മഴയ്ക്ക് മുമ്പ് ബാക്കി കൂടി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കോടതി ഇന്ന് ചെയ്തത് എന്താണ്? റോണി അതെല്ലാം ജഡ്ജ്മെൻറ്റൊക്കെ വായിച്ചയാളല്ലേ. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും സർക്കാരിന് കോടതി അനുമതി നൽകി. പ്രതിപക്ഷത്തിൻ്റെ ചെലവിലാണെന്ന് ഓർക്കണം കേട്ടോ. സർക്കാർ ഹർജി കൊടുത്തിട്ടല്ല, സർക്കാർ AG അങ്ങോട്ട് അയച്ച് ഹർജി കൊടുത്ത് അനുമതി വാങ്ങിച്ചതല്ല. പ്രതിപക്ഷമാണ് അങ്ങോട്ട് ഹർജിയുമായി പോയി കോടതിക്ക് മുമ്പിൽ ഒരു ഹർജി വെച്ച് സർക്കാരിന് ഇങ്ങനൊരു സൗകര്യം കൂടി ചെയ്തു കൊടുത്ത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതിപക്ഷമാണ് ഐശ്വര്യമെന്ന് ഈ സർക്കാർ ബോർഡ് വെക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളായിക്കോട്ടെ, അല്ലെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, കോടതികൾ പറയുന്ന പരാമർശങ്ങളായിക്കോട്ടെ, അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അരുൺകുമാറൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഇതിനു മുമ്പും അല്ലെങ്കിൽ സ്പാർക്കിന്റെ ഭാഗത്തു നോക്കി ഇതുപോലെയുള്ള മെസ്സേജുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ കേരളത്തില് ഇപ്പോൾ അതെല്ലാം ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ്. കോടതി പറഞ്ഞിരിക്കുന്ന ആ പരാമർശം തന്നെ നോക്കുക. കോടതി പറഞ്ഞിരിക്കുന്ന ഇതാണ്, which can be viewed only as a measure of good governance. അതിന്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ എല്ലാം ഗുഡ് ഗവേണൻസ് അങ്ങ് നടന്ന് ഇവിടെ സദ്ഭരണത്താൽ അങ്ങ് ആറാടുകയാണ് എന്നുള്ളതല്ല, അത് കാണാൻ പറ്റുന്നത് ഒരു ഗുഡ് ഗവേണൻസ്. അതായത് ഈ നടപടിയെ കുറിച്ച് എന്താ പറഞ്ഞത് റോണി? എനിക്ക് മനസ്സിലായില്ല, താങ്കൾ ഒന്നുകൂടി പരിഭാഷപ്പെടുത്തി തന്നാൽ കൊള്ളാം. അതായത് ഈ ഹർജിയിൽ പറയുന്ന വിഷയത്തിന് ആധാരമായി കോടതി പറയുന്നത് ആ അറ്റംപ്റ്റ് അതല്ലേ, മുഖ്യമന്ത്രിയുടെ ആ സന്ദേശം എന്ന് പറയുന്നത് ക്യാൻ ബി സീൻ, അത് പറയുന്ന ഇതാണ് ആ വാക്കിങ്ങിന്, which can be viewed only as a measure of good governance. അതായത് ഒരു സദ്ഭരണത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അതിനുള്ള ആ രീതിയിൽ മാത്രം കാണാൻ കഴിയുള്ളൂ. അത് പറയാം കൃത്യം പറയാം. which can be seen only as a measure of good governance. പക്ഷെ എന്താ അളവുകോൽ, ഒരു ഗുഡ് ഗവേണൻസിന്റെ നല്ല ഭരണത്തിന്റെ ഒരു അളവുകോലായി കാണാൻ കഴിയും. ഇങ്ങനെ ഒരു പരിഭാഷ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റില്ല, അതാണ് മലയാളത്തിൽ അളവുകോൽ എന്ന് പറഞ്ഞത്. എങ്ങനെ വേണേ മാറ്റാം. എന്നേക്കാൾ സീനിയറായ മാധ്യമപ്രവർത്തകൻ ശ്രീ സജീവൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ചേർക്കട്ടെ. ഇങ്ങനെയാണ് ഞങ്ങൾ ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ സ്പാർക്കിൽ നിന്നും ഇതിനെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം ഇതിനു മുൻപും നിരവധി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഞാൻ 22 വർഷമായി സർക്കാർ ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരനാണ് ഞാൻ. എന്റെ ഈ ഒരു നിമിഷം വരെ ഈ ഒരു തവണ അല്ലാതെ എനിക്ക് ഇതേവരെ ഇങ്ങനെ ഒരു സന്ദേശം സ്പാർക്കിന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പണ്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഈ ഡിജിറ്റൽ കാലമൊക്കെ വന്നിട്ട് എത്ര കാലമായി. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ രീതികൾ വരുന്നു, അതിനോട് നമ്മൾ പരിചയപ്പെടുന്നു. സ്ഥലത്തെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പ് ഈ രാജ്യത്ത് ഗുഡ് ഗവേണൻസ് ഇല്ലായിരുന്നോ എന്നാണോ അതിന്റെ അർത്ഥം? ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ ഞാൻ എന്ത് പറയാനാണ്? നമ്മളെന്താണ്, നിങ്ങൾ ചലഞ്ച് ചെയ്ത് കോടതിയിൽ പോയി, കോടതി അതിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ഉന്നയിച്ച കേസിൽ ഈ സംഭവത്തെ ഒരു ഗുഡ് ഗവേണൻസിന്റെ ഒരു ഇടപെടലായി കാണാം എന്ന് കോടതി പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ തന്നെ ശരത്ത് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അത് ടൈമിംഗാണ് പ്രശ്നം. കാരണം അവിടെ ദുരന്തമുണ്ടായി. ഞാനതല്ല പറഞ്ഞേ, കോടതി നിങ്ങളുടെ ചെലവിൽ കോടതി സർക്കാരിന് അതിനും അനുമതി കൊടുത്തു എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞു വന്നത് ഈ 20 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു മെസ്സേജ് കിട്ടുന്നു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നന്ദി പറയാൻ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന്.
അതിന് എന്താ അതാണ് ഗുഡ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം എന്ന ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഭാവം അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ മാറ്റിവെക്കൂ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പണ്ടൊരിക്കൽ അരി വിതരണം ചെയ്യാൻ പോയപ്പോൾ അതിനെതിരെ കോടതി പോയ ടീംസ് അല്ലേ? നിങ്ങളെല്ലാം ഇതിന്റെ കണ്ണിൽ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾ പൊളിറ്റിക്കലായി അവരെ നേരിടുക. നാടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെട്ട സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല സർ. മെയ് 20 വരെ ഈ സർക്കാരിന് ഇരിക്കാം, അത് കാവൽ സർക്കാരായിക്കോട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേഗതയിൽ പോകുമ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ട് വേണ്ടേ രാഷ്ട്രീയം കളിക്കാൻ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പണി കിട്ടില്ലേ? മുഖ്യമന്ത്രി വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു. ജീവനക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഗുഡ് ഗവർണൻസ് നടക്കുന്നു. കൃത്യമായ സൂചനയാണല്ലോ സെക്രട്ടേറിയറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ കോട്ടയായി വെച്ചിരുന്ന ജീവനക്കാര് സാറ്റിസ്ഫൈഡ് ആണോ? ഈ ഒരു മെസ്സേജ് കണ്ടതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണോ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണോ, സന്തോഷം രേഖപ്പെടുത്തുകയാണോ? അതാ പറഞ്ഞത്. എന്നാ പിന്നെ കോടതി പോയി വാദം പറഞ്ഞ വക്കീൽ അതുകൂടെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. കോടതിയോട് ഇതുകൂടി വിലയിരുത്തണം. സെക്രട്ടേറിയറ്റിൽ നിങ്ങളുടെ NGO യൂണിയന്റെ കോട്ടയായിരുന്നു ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ. അട്ടിമറിച്ചു ആര്? പ്രതിപക്ഷ സംഘടനകൾ. എന്നാ പിന്നെ ആ കോടതിയിൽ പോയ വക്കീൽ ഇതും കൂടെ വാദം പറഞ്ഞിരുന്നെങ്കിൽ കേസ് ജയിച്ചേനെ. അതങ്ങ് പറയായിരുന്നില്ലേ? അപ്പൊ കോടതിക്ക് എല്ലാം ബോധ്യപ്പെട്ടേനെ. അങ്ങനെ ഒരു വാദം കൂടെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഈ പറയുന്ന ഇങ്ങനെ മെസ്സേജ് അയച്ചത് കൊണ്ട് ഇവിടെ ഗുഡ് ഗവർണൻസ് ആണെന്നും എല്ലാവരും ഹാപ്പി ആണെന്നും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നും ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ കുറെ പ്രഖ്യാപനമൊക്കെ നടത്തി കയ്യടി നേടിക്കുന്നതല്ലാതെ അതൊക്കെ ജനങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ഓടണ്ട.